വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. ഗലാത്യ 1-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് അവൻ തന്നെ ബലിയർപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 2. നവോമിയും കുടുംബവും എത്ര വർഷക്കാലം മോവാബിൽ താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 10 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഷ്ദോദിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. ആരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫരിസേയരിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 6. ശിമയോൻ പത്രോസിന്റെ സഹോദരന്റെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അന്ത്രയോസ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതെല്ലാം ആരാന്നറിയാൻ എങ്ങനെയാണ് പരിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനത്തോടെ. ക്വസ്റ്റ്യൻ നമ്പർ 8. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 9. പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. ഗലാത്യ 5-ൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പരിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 10. സാമുവേലിന്റെ വാക്ക് ആര് മുഴുവൻ ആദരിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 12. അഹന്തയോടെ മേലിൽ എന്ത് ചെയ്യരുത്? നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സംസാരിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 13. യൂദായയ്ക്ക് താമാറിൽ ഡാഷ്
പേരസിന്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനിച്ച. ക്വസ്റ്റ്യൻ നമ്പർ 14. അതുവരെ കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ആർക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവലിന്. ക്വസ്റ്റ്യൻ നമ്പർ 15. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഹന്നായും ഡാഷ്. പെനീനായിക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 16. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ എന്തല്ലേ? റൂത്ത് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടമ. ക്വസ്റ്റ്യൻ നമ്പർ 17. എന്നാൽ ആത്മാവിന്റെ ഡാഷ് ആണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫലങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18. വാക്കുകളുടെ പെരുപ്പ് എന്തിന്റെ പെരുപ്പും തന്നെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിഥ്യയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 19. എൽക്കാന ഏത് വംശജനായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സൂഫ് വംശജൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ആരെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി? ഗലാത്യ 1-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 21. തുടർന്ന് ഞാൻ സിറിയ, കിലിക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരാണ് ഇക്കാര്യം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 22. നിന്റെ മേലങ്കി വിരിച്ചു പിടിക്കുക. അവൻ ഡാഷ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 6 അളവ്. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശു ആരുടെ അടുത്തേക്ക് പോകുമോ എന്നാണ് യഹൂദർ പരസ്പരം പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗ്രീക്കുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 24. കർത്താവ് തന്റെ ജനത്തെ എന്ത് നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭക്ഷണം. ക്വസ്റ്റ്യൻ നമ്പർ 25. നീ മേലിൽ എങ്ങനെ സംസാരിക്കരുത് എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അഹന്തയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയും കുടുംബവും എപ്പോൾ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 27. മെതിക്കളത്തിൽ ബാർലി ഡാഷ് അവന് ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന്
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാറ്റുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 28. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ എന്തായി ഗണിക്കരുതെന്നാണ് സ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 29. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമലക്കിൻ്റെയും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെയും ആയ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സാക്ഷികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ഡാഷ് കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആശ്വസിപ്പിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 31. നവോമിയുടെ ഡാഷ് എലിമെലെക്ക് മരിച്ചു. അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 32. യൂദയായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന് ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭവനവും. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഡാഷ് കൂടെ പുറപ്പെട്ടു യൂദയായിലേക്കുള്ള വഴിയിലെത്തി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മരുമക്കളോട്. ക്വസ്റ്റ്യൻ നമ്പർ 35. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സേവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരുടെ ഭർത്താവ് എലിമെലെക്ക് മരിച്ചു. അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് അവളെ ബന്ദിയാക്കിയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 40. നവോമി മൊവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ഡാഷ് എന്നിലേക്ക് ആകർഷിക്കും.
പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 42. ആര് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 43. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവന്റെ ഡാഷ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ഡാഷ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 45. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 46. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ അവൻ എഴുന്നേറ്റു, ഡാഷ് അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 47. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ ഡാഷ് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിച്ചത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കും. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു, യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ ഡാഷ് ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അഭിഷേകം. ക്വസ്റ്റ്യൻ നമ്പർ 49. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുകട്ടെ എന്ന് മൊവാബിയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ഡാഷ് അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഡത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 51. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു, നഗരവാസികളുടെ എന്ത് ആകാശത്തിലേക്ക് ഉയർന്നു? 1 സാമുവൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിലവിളി. ക്വസ്റ്റ്യൻ നമ്പർ 52. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 53. നവോമിയും റൂത്തും ബെത്ലഹേമിലെത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് പരസ്പരം ചോദിച്ചത് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ത്രീകൾ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു ഏത് നമ്പർ മണിക്കൂറിന് സിക്കാറിലെ കിണറിന്റെ കരയിലിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 55. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു.
ക്വസ്റ്റ്യൻ നമ്പർ 56. യേശുവിനെ ഗലീലയക്കാർ സ്വാഗതം ചെയ്തത് എവിടെ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 58. ഞങ്ങൾ സംസാരിക്കുന്നു എന്ന വാക്കുകൾ ഞങ്ങൾ എന്ന് പറഞ്ഞത് ആരെ ഉൾക്കൊള്ളുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശുവും ദൈവവും. ക്വസ്റ്റ്യൻ നമ്പർ 59. തന്നെ പ്രസാദിപ്പിക്കുന്ന ദൈവം എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജ്ഞാനം, അറിവ്, ആനന്ദം. ക്വസ്റ്റ്യൻ നമ്പർ 60. ദൈവത്തിൽ നിന്നുള്ള മാറ്റത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അഭിലഷിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 61. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ആരുടെ മരണത്തിന് നീതീകരണമൊന്നുമില്ലെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്തുവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 62. എത്രാം ദിവസമാണ് ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 63. ജീവന്റെ വചനങ്ങൾ ഉള്ളയാൾ എവിടെയായിരുന്നു പത്രോസ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കവർനാമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 64. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്തതിൽ എനിക്ക് എന്ത് തോന്നുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ആശ്ചര്യം. ക്വസ്റ്റ്യൻ നമ്പർ 65. ഡാഷ് പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശേഷിച്ചവർ. ക്വസ്റ്റ്യൻ നമ്പർ 66. പിന്നീട് എത്ര വർഷത്തിന് ശേഷം ബാർനബാസിനോട് കൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി? തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 14. ക്വസ്റ്റ്യൻ നമ്പർ 67. ആര് ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി? 1 സാമുവേൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്തീർ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഈശോയോട് അടയാളം ആവശ്യപ്പെട്ടത് ആര്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 69. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക എന്ന് ആരാണ് പറഞ്ഞത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 70. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഡാഷ് ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അയച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 71. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ എവിടെ നിന്നാണ് പുരോഹിതരെയും ലേവ്യരെയും അയച്ചത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ ബി ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 72. യഹൂദരുടെ പെസഹ അടുത്തിരുന്നപ്പോൾ യേശു എവിടേക്ക് പോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജെറുസലേം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സേവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 74. കലവറക്കാരന്റെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോകാൻ ആരോട് കൽപ്പിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പരിചാരകർ. ക്വസ്റ്റ്യൻ നമ്പർ 75. ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവർ എവിടെ നിന്ന് ഉയർക്കും? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കല്ലറകളിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 76. ദൈവം പൗലോസ്ലീഹായി തിരഞ്ഞെടുത്തത് എപ്പോൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 77. രോഗി സുഖം പ്രാപിച്ച ദിവസം ഏത് ദിവസമായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി സാബത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 78. ആ ശബ്ദം ഫിലിസ്ത്യർ കേട്ടു. എഫ്രായരുടെ ഡാഷ്ണത പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കൂടാരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 79. രാജസേവകന്റെ മകൻ എവിടെയായിരുന്നു രോഗബാധിതൻ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കവർനാം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവൻ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു. ആരെക്കുറിച്ചാണ് ഗലാത്യ 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 81. സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം ഡാഷ് എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദൈവികമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82. നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 83. യോഹന്നാന്റെ ശിഷ്യന്മാർ യഹൂദനോട് എന്തിനെ കുറിച്ച് തർക്കിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശുദ്ധീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 84. നവോമിയുടെ മക്കൾ എത്ര? ശരിയായ ഉത്തരം ഓപ്ഷൻ സി 2. ക്വസ്റ്റ്യൻ നമ്പർ 85. കർത്താവിന്റെ പേടകം എടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഡാഷ് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു വശത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 86. സ്വർഗത്തിൽ നിന്നിറങ്ങിയ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന പദം യേശു എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1. ക്വസ്റ്റ്യൻ നമ്പർ 87. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരുടെ വാക്കുകൾ? ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 88. വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ആരെക്കുറിച്ചാണ് സ്ലീഹ ഇപ്രകാരം പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അബ്രഹാം. ക്വസ്റ്റ്യൻ നമ്പർ 89. സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അയക്കപ്പെട്ടവൻ. ക്വസ്റ്റ്യൻ നമ്പർ 90. കാല പെറുക്കാൻ ആരുടെ കൂടെ ചേർന്ന് കൊള്ളുവാനാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ദാസിമാരോട് കൂടി. ക്വസ്റ്റ്യൻ നമ്പർ 91. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ഡാഷ് ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകം ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹാഗാർ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും ആയിരുന്നു അവിടെ കർത്താവിന്റെ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിതന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 94. കാന ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗലീലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയ എവിടെ വെച്ച് അവിടുന്ന് വീണ്ടും അവനോട് സംസാരിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഷിലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. മനുഷ്യൻ ആരാണെന്ന് ആരോട് അവന് മല്ലിടാൻ കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നേക്കാൾ ശക്തനോട്. ക്വസ്റ്റ്യൻ നമ്പർ 97. അധ്വാനം എന്നത് എന്ത് സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്രയത്നം, കഠിന പ്രയത്നം. ക്വസ്റ്റ്യൻ നമ്പർ 98. സൂര്യന് കീഴിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ വീക്ഷിച്ചു, എല്ലാം ഡാഷ് പാഴ്വേലയും അത്രേ. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മിഥ്യയും. ക്വസ്റ്റ്യൻ നമ്പർ 99. യേശു ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ പരാമർശിച്ച പ്രധാന വസ്തു എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 100. അപ്പവും മീനും വിതരണം ചെയ്ത ശേഷം ജനങ്ങൾ ഡാഷ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തൃപ്തരായി. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.
വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.